അപ്പോൾ നമ്മുടെ നെയിൽ ആർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു സാമ്പാറും ഒരു അവിയലും വേകേണ്ട സമയം എടുത്തു തേജുട്ടി ഒരു 5 വിരലേരം നെയിലായിട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, തേജുട്ടിയുടെ ഈ കൈ ഞാൻ പെട്ടെന്ന് തേജുട്ടി വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതെല്ലാം അടച്ചു വെച്ചാൽ ഒരു 3 മിനിറ്റ്, ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് തേജുട്ടിക്ക് ഞാനൊരു ആർട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യ തേജുട്ടി ഫൺ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തുവാന്ന് വെച്ചാൽ, അത് പറയുന്നതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഈ പെണ്ണതിന് രാവിലെ തന്നെ പൗച്ചെടുത്തോണ്ടിരിക്കും. രാവിലെയാണോ വൈകിട്ടാണോ നീ കാണുന്ന പിള്ളേർക്ക് അറിയത്തില്ല നമ്മൾ ഇത് ഏത് സമയത്താ വീഡിയോ എടുക്കുന്നത്. ശരിയാ, വൈകിട്ടാ. അപ്പം അത് ഇന്ന് നമ്മളുടെ അമ്മയ്ക്ക് വൈകിട്ടല്ല രാവിലെയാ. ഇന്ന് നമ്മള് അമ്മയ്ക്ക് കയ്യിൽ നെയിൽ ആർട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നെയിൽ ആർട്ട് ചെയ്യാൻ. ഞാൻ ചെയ്തിട്ട് ആർട്ടാണ് തേജുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. തേജുട്ടി എല്ലായിടത്തും കുത്തിക്കുരച്ച് ഇങ്ങനെ വരച്ച് അലമാരിയിലൊക്കെ നോക്കിയാൽ അറിയാം. ചുമ്മാ ഓരോന്നോരോന്ന് വെച്ചിട്ടേ. കണ്ടോ, അതെന്താന്ന് നിങ്ങൾക്ക് പറയാൻ അറിയാവോ? മനസ്സിലാവുന്നുണ്ടോ? തേജുട്ടി അവിടെ ഒരു ലവ് വെച്ചിട്ടുണ്ട്, ഒരു ഹാർട്ട്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു പേപ്പറിൽ ചെയ്യാൻ നോക്കിയതാണ്. എന്നിട്ട് അതുപോലെ പലയിടത്തൊക്കെ ആക്കി വെച്ച് മൊത്തം മുറി മൊത്തം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. തേജുട്ടി സ്വിച്ച് ബോർഡ് വരെ കളർ അടിച്ച് വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നില്ല. ഇതൊക്കെ കാണണം. തേജുട്ടി ഇങ്ങനെ ഭയങ്കര ഒരു ആർട്ട് ചെയ്യുന്ന ആളാണ്. നമ്മള് നല്ലൊരു മുറി വൃത്തിയാക്കി കൊടുത്തായിരുന്നേ. ആ മുറി മൊത്തം ഇപ്പൊ ഭയങ്കരമായിട്ട് ആർട്ട് ചെയ്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടി ഞങ്ങളൊരു പ്രത്യേകമായിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അതുണ്ടോ, സ്വിച്ച് ബോർഡിന്റെ മണ്ടയിലൊക്കെ കണ്ടോ ബട്ടർഫ്ലൈ എല്ലാം വെച്ച് തകർത്ത് മുറി ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ ആ ഹാർട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ സ്വയം ഉണ്ടാക്കിയതല്ല. ഞാനാണെങ്കിൽ ഒരു പേപ്പറിൽ എടുത്തിട്ട് ടിഷ്യൂ പേപ്പർ ഒരു പശയിൽ മിക്സ് ചെയ്തിട്ട് എന്തോ കളറാക്കിയിട്ട് അതിലൊട്ടിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും കറക്റ്റ് ഷേപ്പ് ആവുന്നില്ല. അപ്പൊ ഞാൻ അത് ആ കണ്ണാടി കൊണ്ട് ഒട്ടിച്ചത്. അങ്ങനെ അവിടെ വെച്ചൊരു ഷേപ്പ് അങ്ങ് ആക്കി വെച്ചു. ഒരു രീതി നോക്കിയിട്ട് അല്ല അടുത്ത രീതിയിലാക്കും. അതുപോലെ ഇന്നൊരു പരീക്ഷണത്തിന് എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ നെയിൽ പോളിഷ് ഇടാറില്ല, നഖം അങ്ങനെ വളർത്താറില്ല. മെയിനായിട്ട് കാരണം എടുക്കുന്നത് കൊണ്ട് ഈ പൗച്ച് കാണുമ്പോൾ വിചാരിക്കും ഇത് ഭയങ്കര കൊറേ നെയിൽ പോളിഷ് കളക്ഷൻ എനിക്ക് ഉണ്ടെന്ന്. വലിയ പൗച്ചല്ലേ ഇത്? ഇത് ചെറിയ പൗച്ചാ, അതുകൊണ്ട് ഇത് ഇങ്ങനെ തള്ളി വെക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ ഇത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അന്ന് ലക്കിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ കണ്ടില്ലായിരുന്നു എന്റെ. അവരുടെ പ്രൊഡക്ട്സിലെല്ലാം അവരുടെ കടയുടെ പേരുണ്ട് കേട്ടോ. ഡ്രസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പഴയ ഇത് പഴയതെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം സിൽവർ കളർ. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം, കുറഞ്ഞത് ഒരു 10-12 കൊല്ലം പഴക്കമുള്ളതായത്. ഇപ്പോഴും ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാവേ. പെയിന്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ തേജുട്ടി കൂടുതലായിട്ട് നെയിൽ പോളിഷ് ഐലൈനറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു. ഇതുപോലെ ഒരു ഗോൾഡ് കളർ ഉണ്ടായിരുന്നു. അത് പക്ഷെ ഞാനിങ്ങനെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച് വെച്ച് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ടൊക്കെ സൂക്ഷിച്ച് വെക്കും. വർഷങ്ങൾ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പക്ഷേ തേജുട്ടി ഓരോ സാധനങ്ങൾ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയ പിന്നെ അവിടെ ഇവിടെ കൊണ്ടിട്ട് ഒരുപാട് സാധനം മിസ്സായിപ്പോയി. എല്ലാം തേജുട്ടി കൈവശപ്പെടുത്തി വെക്കും. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമുക്കിപ്പോ അമ്മയെ കൊണ്ട് ഏറ്റവും വാശി എടുപ്പിച്ച് വായിച്ച സാധനമാണ് ക്ലിയർ. ഞാൻ ഓരോരുത്തരുടെ വീഡിയോ വിചാരിക്കും എന്ത് ഭയങ്കര തിളക്കമല്ലേ ഞാൻ ഇന്ന് വരെ ക്ലിയർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം എന്തെങ്കിലും കല്യാണമൊക്കെ വരുമ്പോഴത്തേനും ചുമ്മാ ഒരു നെയിൽ പോളിഷ് പോത്തതേ ഉള്ളായിരുന്നേ. പിന്നെ എന്റെ സ്വന്തം കളർ റെഡ്. ഈ കളർ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചല്ലേ? അല്ല, അതൊന്നും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വേറെ ഒരു നെയിൽ പോളിഷ്. മതി നമുക്കിനി വിഷയത്തിലോട്ട് വരാം. എൻ്റെ ഈ കയ്യിലാണ് നെയിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ വെറുതെ അതിന് വേണ്ടിയിട്ട് ഒരാഴ്ചയിലേക്ക് വളർത്തിയ നെയിലാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എങ്കിലേ നമ്മൾ നെയിൽ ആർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു ഭംഗി വരത്തുള്ളൂ. ചെയ്യാൻ പറ്റും. ഒരു മറ്റൊരു ഷേപ്പില്ലേ, ആ ഷേപ്പിലും ചെയ്യാൻ പറ്റും. ഇങ്ങനാ ഞാൻ ഷേപ്പ് ചെയ്യുന്നത്. എനിക്ക് ബ്ലേഡ് വെച്ച് അറിയത്തില്ല, ഞാൻ കടിച്ചു ചെയ്തുകൂടാ. ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഒരു ഐലൈനർ ഉറഞ്ഞു പോയത് കഴിഞ്ഞതാ, തീർന്നാണ്. ഞാൻ എൻ്റെ നെയിൽ ഇവിടെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് ഞാൻ തേജുട്ടിക്ക് വിട്ടു കൊടുക്കാം. ഒന്നും പറയത്തില്ല. തേജുട്ടി എങ്ങനാണോ ഇതിനകത്ത് ആർട്ട് ചെയ്യുന്നത്. അല്ലല്ലോ അല്ല. ഞാൻ ഫസ്റ്റ് ഒന്നെങ്കിൽ റെഡ് അല്ലെങ്കിൽ വൈറ്റ്.
ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൈറ്റ് എടുക്കാം. ക്ലിയർ ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യണ്ടേ? അയ്യോ ശരിയാണല്ലോ, ഞാൻ ഫസ്റ്റ് ഇട്ടില്ല. ഫസ്റ്റ് ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് ഇടുമ്പോഴും എനിക്ക് ക്ലിയർ ഇടുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ നല്ല തിളങ്ങി നിൽക്കും. ഫസ്റ്റ് നമ്മൾ ഈ ഫിംഗറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ഇട്ടപ്പോൾ ഒരു തിളക്കം വന്നിട്ടുണ്ട്. ഞാൻ ക്ലിയർ ഇട്ടിട്ട് ആ വിരലെ തൊടല്ലേ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ നെയിൽ പോളിഷ് അലോഡ് അല്ല എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ മാത്രം ഇട്ടുണ്ടോ. എന്നാലും ഇടാതിരിക്കത്തില്ല. ക്ലിയർ മാത്രം ഇട്ടാലും നല്ല ഭംഗിയാണ്. ക്ലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങും. അതുകൊണ്ട് ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് ക്ലിയർ ഇട്ടാൽ അത്രയ്ക്കാകത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ക്ലിയർ ഇടും. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. ഇപ്പം ഇത് ഉണങ്ങി, ഇതുണ്ടോ ഉണങ്ങി. ഇനി നമുക്ക് വൈറ്റ് ഇടാം. സാധാരണ ഞാൻ എപ്പോഴും വൈറ്റ് ഇട്ടിട്ടാണ് ബാക്കി ചെയ്യുന്നത്. പക്ഷെ ഇപ്പം വൈറ്റ് ഈ കോമ്പിനേഷൻ ആയതുകൊണ്ട് വൈറ്റ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണോ? പെയിന്റ് അടിച്ചു വെച്ചേക്കുന്നത്. പെയിന്റോ? നെയിൽ പോളിഷ് അല്ലേ അമ്മേ? തേച്ചിട്ട് നെയിൽ പോളിഷ് എടുക്കുമ്പോൾ പിശുക്കി എടുക്കുന്നത്, നിറച്ചെടുക്കത്തില്ല. കുറച്ചങ്ങ് തിരിച്ചിട്ടിട്ട് ഇത് ഉള്ളത് പറ്റിച്ച് വെക്കുവേ. അതുകൊണ്ട് ഒപ്പിച്ച് റെഡിയാക്കി. ഞാനാണെങ്കിൽ മാക്സിമം നന്നായിട്ടിട്ട് നല്ല ഫ്ലോയിൽ ഇങ്ങനെ എടുക്കും. ഞാനാണെങ്കിലേ എന്തുവാ ഈ നെയിൽ പോളിഷിന് വെച്ച് നെയിൽ പോളിഷ് വൃത്തിക്ക് മുക്കടായി. എന്താന്നടാ ഇത്? ഞാൻ ക്യൂടെക്സ് എന്ന് പറയത്തില്ല, അതാകുന്നില്ല. ഞാൻ ക്യൂടെക്സ് എന്ന് പറയത്തില്ല. അപ്പൊ അത് കണ്ടോ ഇങ്ങനെ വര പോലെ വരുന്ന. ഞാൻ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. വൃത്തിയായിട്ട് ഇടുകയെന്ന് ഉദ്ദേശിക്കുന്നേ. അപ്പൊ എന്റെ വൃത്തിയല്ലേ ഇതിപ്പോ എന്റെ കൈ ഞാനങ്ങ് അറിഞ്ഞും കൊണ്ട് അങ്ങ് തരുവാ. ഒരുവിധം നന്നായിട്ട് ആര് പറഞ്ഞു? തന്നെത്താനല്ലേ അതെ ഞാൻ ഇടുന്നത്. ഇങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ കൊള്ളിച്ച് എന്നിട്ട് സൈഡിൽ വല്ലോ ഇൻ കേസ് പറ്റുവാണെങ്കിൽ അപ്പോഴേ ഞാനതങ്ങ് തുടച്ച് കളയും. അങ്ങനെ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെയിൽ പോളിഷ് മൊത്തം ഇട്ട് കഴിഞ്ഞു? അല്ല ഇട്ട് കഴിഞ്ഞില്ല. ഇനി നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ഇടണം. ഇനിയും ക്ലിയർ ഇടണോ? ഇത് ഉണങ്ങട്ടെ. അല്ല ലാസ്റ്റ് അല്ലേ ഇനിയും ക്ലിയർ ഇടുന്നത്. എപ്പോഴും ക്ലിയർ ഇട്ടു ആകെ ഒരു കൊച്ചു നഖമുണ്ട്. ഇനി നമ്മള് എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള തീപ്പെട്ടിക്കുള്ളി മാച്ച് ബോക്സ്. ഇതിലൊരു തീപ്പെട്ടിക്കുള്ളി എടുത്ത് ഞാൻ സ്ക്വയറിൽ ഇടണമെങ്കിൽ ഇവിടെ വെച്ചിടും, വട്ടത്തിൽ ഇടണമെങ്കിൽ ഇവിടെ വെച്ചിടും. ഇനി നമ്മള് പണി പാളി എടുത്തെടുത്ത് അതൊരു പരുവാക്കി. അത് അമ്മ ശരിയാക്കി തരാം. അതെന്തിലിട്ട ഇനി അതൊന്ന് തിരിച്ച് ഇളക്കി നോക്കാം. പറ്റത്തില്ല, ഞാൻ നോക്കിയതാണ്. പറഞ്ഞു ഈ ഷേപ്പാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, ഇത് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് പേടിയാവും, കുളമായാലും സാരമൊന്നുമില്ല. അമ്മയുടെ കൈയല്ലേ. റിമൂവറൊക്കെ തീർന്നു കേട്ടോ. എന്തിയാ റിമൂവറൊക്കെ? കഴിഞ്ഞിടയ്ക്ക് വാങ്ങിച്ചതാ, അധികം ദിവസം ആയിട്ടില്ല. വൃത്തിയുണ്ടോ? കൊടി പോലെ ഇരിക്കും. പാർട്ടിയുടെ കൊടി പോലെ ഇരിക്കുന്നു. ഓക്കെ. ഇനി നമുക്കൊരു തീപ്പെട്ടിക്കുള്ളി ഐശ്വര്യമായിട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇടാം. ആകുന്നില്ല. ഇപ്പൊ കണ്ടോ ഇങ്ങനെ വരും. ഇനി നമുക്കിവിടെ കുത്തിട്ട് കൊടുക്കണം. ഈ നെയിൽ കഴിഞ്ഞോ? ഈ നെയിലൊക്കെ ഉണ്ടോ? ഒരു മിലി ബഗ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. അപ്പം ഈ നെയിൽ ഇനിയും കഴിഞ്ഞ് അടുത്തത് നമുക്ക് വൈറ്റ് അല്ലേ റെഡ്. ഞാനിപ്പോ മൊത്തം ഓർക്കട്ടെ മൊത്തം ഇട്ടുകൊടുക്കണം. വൈറ്റ് ഇടണ്ടായിരുന്നു, മറന്നുപോയി. അത് സാരമില്ല. മീൻ വണ്ടിയാണോ? ഭയങ്കര ഹോൺ അടിച്ചു പോകുന്നു. മീനാ. പണ്ടൊക്കെ സൈക്കിളിലല്ലായിരുന്നു മീൻ വരുന്നത്. ഇപ്പൊ വണ്ടി ഹോൺ അടിച്ചിട്ട് ഓയ് ഓയ് മീനേ മീനേ എന്ന് പറയുമായിരുന്നു. ഇപ്പൊ ഹോൺ മാത്രമേ ഉള്ളൂ. കണ്ടോ നമ്മള് വൈറ്റിന്റെ കൊണ്ട് റെഡ് അടിച്ചപ്പോ ഒരു ഫിനിഷ് കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ നമ്മള് ഇതുപോലെ ഈ വൈറ്റ് എടുത്ത് ഇതിന്റെ മണ്ടയിലോട്ടങ്ങ് അടിക്കണം. മനസ്സിലായോ? തിരിച്ചും മറിച്ചും നെയിലാകട്ടെ.
നെയിൽ പോളിഷ് ഇട്ടിട്ട് പെട്ടെന്ന് കൈ വെള്ളത്തിലോട്ട് മുക്കിയാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു, ഇപ്പം മറന്നുപോയി. ഇപ്പൊ പ്രായമായി ഓർമ്മയൊക്കെ അങ്ങ് പോയല്ലേ. അയ്യോ ഉണങ്ങിയില്ലായിരുന്നു അത്. സാരമില്ല. സാരമില്ല, നമുക്ക് ബുർജ് ഖലീഫ പോലെ ഉയർന്നിരിക്കുന്നു. അത് നമ്മൾ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാ. അത് അങ്ങനെ വന്ന് ഉണങ്ങാഞ്ഞല്ല, അവിടെ റെഡും വൈറ്റും കൂടെ വന്ന ഒരു കോമ്പിനേഷൻ മിക്സ് വേണം. അതിന് വേണ്ടി തേച്ചു അങ്ങനെ ബുദ്ധിപൂർവ്വം ചെയ്തതാ. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ പ്ലാൻ എ കറക്റ്റ് ആയില്ല, അതുകൊണ്ട് ഞാൻ പ്ലാൻ സിയിലോട്ട് വന്നു, ബിയിലോട്ട് വന്നു. പ്ലാനിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. മൊത്തം തിരിച്ചു മറിച്ചു കുഴച്ച് ഞാനെപ്പോഴും ഇങ്ങനെ കേട്ടോ, എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇളക്കി കളഞ്ഞിട്ട് എണീക്കത്തേ ഉള്ളൂ. തേച്ചുട്ടിയുടെ സ്ഥിരം പരിപാടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. മനസ്സിലാകാത്തവരുണ്ട്, ഇത് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും തേച്ചുട്ടിയുടെ അമ്മ എന്താ തേച്ചുട്ടിയെ വഴക്കും അറിയാതെ ഇങ്ങനെ അനുവദിച്ച് കൊടുക്കുന്നതെന്ന് വിചാരിക്കുമല്ലോ. ഇപ്പം ഈ കുറച്ചൊക്കെ ആർട്ടിലോട്ടൊക്കെ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താണ് അവർ പെർഫെക്റ്റ് ആയിട്ട് എത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുവദിച്ച് കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റുന്ന ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. എന്നാൽ കുറെ അധികം തേച്ചുട്ടി മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പറൊക്കെയാണ് ഒരു വരയൊക്കെ ഇട്ടിട്ട് ചുരുട്ടിക്കൂട്ടി ദൂരോട്ടൊക്കെ എറിയുന്നതൊക്കെ സ്ഥിരം പരിപാടിയാണ്. എന്നാലും ആ വര പിന്നീട് ഒരു വലിയ പെർഫെക്ഷൻ ആയാലോ എന്ന് വിചാരിച്ചാ ഞാൻ കൂടുതലും അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നത്. ഈ വിരലിപ്പം ഉണങ്ങി. അപ്പൊ അതിനൊരു കാര്യം ചെയ്യും, ഇപ്പൊ നെയില് പോളിഷ് ചെയ്യാത്ത ബാക്കി വിരലിലൂടെ ആക്കാം. എനിക്ക് ഈ കൈ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അമ്മ അങ്ങനെ പറയില്ല, അമ്മ ഞാൻ കഷ്ടപ്പെട്ടിട്ട്. ശരി. അയ്യോ അത് ഞാൻ തൊട്ടിട്ടായതാന്ന് തോന്നുന്നു. അയ്യോ ഒരു വൃത്തിയായിപ്പോയി. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യത്തില്ലെന്നാണ് തോന്നുന്നത്. അതും പോയി കിട്ടി. നമുക്ക് എന്ത് ചെയ്യണം? ആ വിരൽ റെഡ് വെച്ച് കവർ ചെയ്യണം. ഇങ്ങനെ കവർ ചെയ്തിട്ട് തേച്ച് പറഞ്ഞാൽ ബുർജ് ഖലീഫ പോലെ തന്നെ ആവുമല്ലോ. തെറ്റിപ്പോയി. ചെറിയ രീതിയിൽ അതിൻ്റെ അറ്റം ടച്ച് ചെയ്തെടുക്കണം. അല്ലെ മൊത്തം ഇങ്ങോട്ട് കവർ ചെയ്ത് പോകും. കാരണം അമ്മയുടെ നെയിലിന് നീളം കുറവാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു നെയിലാട്ടെ ഞാൻ തന്നെ ചെയ്യുന്നത് കാണിക്കുവേ. എല്ലാം ഇട്ട് നോക്കിയിട്ട് തൊട്ട് നോക്കും. ഉണങ്ങിയോ? 2 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ സമയം കൊടുക്കേ. ഉണങ്ങിയിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇത് മൊത്തം കുളമാക്കി കഴിത്തിരും. ക്ലിയർ ഇടാം. എന്നിട്ട് തേച്ച് ബാക്കി വിരലിലൊക്കെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ലാസ്റ്റ് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഇനിയും വേറെ കോമഡിയൊന്നും അല്ല, നല്ല ഭംഗി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പം ഇത് ഫസ്റ്റ് വല്ല ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വരും. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് കറക്റ്റ് ഒരു ആർട്ടിസ്റ്റ് ആണ്. ഒരു പ്രാവശ്യം ചെയ്ത കാര്യം പിന്നെ അതുപോലെ ചെയ്യണം. ഇനി ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് ഉണക്കി കൊടുത്തില്ല പിന്നെ എനിക്ക് ആ പണി. അതെ, പിന്നെ റെഡും വൈറ്റും മാറി മാറി അടിച്ചടിച്ചടിച്ച് നെയിൽ പോളിഷും തീരും, സമയവും പോകും. ഞാൻ തേജുവിന് നെയിൽ പോളിഷ് ഇട്ടായിരുന്നു. ഇത് കഴിഞ്ഞു. ഓക്കെ ആയി നന്നായിട്ടായി. കണ്ടോ തേച്ചിട്ട് ഇതുണ്ട് ഇത്രയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് പെർഫെക്ഷൻ കുറവൊക്കെ ഉണ്ടെങ്കിലും കോമ്പിനേഷൻ വൈറ്റ് റെഡ് നല്ല കോമ്പിനേഷൻ അല്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മൊത്തം ഇട്ട് കഴിയുമ്പോഴത്തേനും എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഇട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുത്ത്. ഇനി നമുക്ക് വൈറ്റ് വെച്ച് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് മൊത്തം വൃത്തികേടായിപ്പോയി. കുഴപ്പമില്ല. ഒരു വേറെ ഒരു വെറൈറ്റി ഡിസൈൻ ഉണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു ഡിസൈൻ ഇല്ലേ? ഇത് വേറെ ഡിസൈനാ അല്ലേ? ഒരു ചെറിയ കുത്ത് മാത്രം ഇട്ടപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ അത് വേറെ അതിൻ്റെ കുളമാക്കാനായിട്ടുള്ള പരിപാടിക്ക്
കുളമാക്കിയില്ല കേട്ടാ, നല്ല ഭംഗിയുണ്ട്. തേജുട്ടി അടുത്തതും എടുത്തിങ്ങനെ കുത്തുകളിലാണ് പുള്ളിക്കാരി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഭംഗിയുണ്ട് കേട്ടോ. അതിലിനി കുളമാക്കണ്ട കേട്ടോ, കൊള്ളാം. അത് വൃത്തിയില്ല, ബാക്കി തള്ളവരല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞു, കുളമാക്കി. ഇനി നമുക്ക് നോക്കണ്ട, ക്ലിയർ ഇടാം. ക്ലിയർ ഇല്ലാതൊരു കാര്യമില്ല. ഈ ക്ലിയർ കൂടി ഇട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾ പറയണേ ഇത് എത്രമാത്രം കുളമായിട്ടുണ്ടെന്ന്. ഞാനിത് കളയത്തില്ല കേട്ടോ. തേച്ചിട്ട് ഇത്രയും പാടുപെട്ടിട്ടല്ലേ, അതുകൊണ്ട് അത് ഞാൻ തന്നെ പോകുന്നിടം വരെ ഞാനിങ്ങനെ ഒന്നും സമ്മതിക്കുന്നല്ലായിരുന്നു എൻ്റെ കയ്യിലിടാനും. എൻ്റെ മുഖത്തിടയ്ക്ക് വന്നിട്ട് കണ്ണെഴുതാനൊക്കെ ആയിട്ട് ശ്രമിക്കും. ഞാൻ അന്നേരം ഓടിച്ചു വിടും. ആദ്യത്തേതിൽ ഇട്ടായിരുന്നു ക്ലിയർ, ഇനി അതിലിടണ്ടായേ. അപ്പോൾ നമ്മുടെ നെയിൽ ആർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു സാമ്പാറും ഒരു അവിയലും വേകേണ്ട സമയം എടുത്തു തേജുട്ടി ഒരു 5 വിരളയിൽ നെയിലായിട്ട് ചെയ്യാനായിട്ട്. കണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ആ കയ്യിൽ ഞാൻ നെയിൽ പോളിഷ് ഇടത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ, വലിയ കുഴപ്പമില്ല. ഇപ്പൊ 2 കളർ അതിപ്പോ ചേർന്നല്ലോ. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇത് മാത്രം നോക്കിയാൽ മതി. അത് നല്ല ഭംഗിയുണ്ട്, ബാക്കിയൊന്നും കുഴപ്പമില്ല മോനെ. ദൂരേന്ന് ആരും അടുത്ത് വന്ന് നോക്കുന്നില്ലല്ലോ, ദൂരേന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ല. നല്ല ഭംഗിയില്ലേ, കണ്ടോ? നല്ല സൂപ്പറായിട്ടില്ലേ? പറ. ഞാൻ തേജുട്ടിയുടെ ഈ കൈ ഞാൻ പെട്ടെന്ന് തേജുട്ടി വഴക്കുണ്ടാക്കുന്നതിന് മുമ്പ് എനിക്കിഷ്ടപ്പെട്ട ഒരു കളർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതെല്ലാം അടച്ചു വെച്ചാൽ ഒരു 3 മിനിറ്റ്, ഒരു 1 മിനിറ്റ് കൊണ്ട് തേജുട്ടിക്ക് ഞാനൊരു ആർട്ട് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. എന്നിട്ട് ഇത് എത്ര ദിവസം ഇത് തേജുട്ടിയുടെ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളോട് പറയാം അടുത്ത വീഡിയോയിൽ. ഇത് പെട്ടെന്നൊന്നും എത്ര ഭംഗിയാണ് ഒരു സിംഗിൾ കളറൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ കുത്തിവരെയൊന്നും ഇല്ലാതെ ഇങ്ങനെ സിമ്പിളായിട്ട് ഏതെങ്കിലും കഴിക്കണമെന്ന ഒരു കളറല്ലേ നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന ഒരു കളറ്. തിരിച്ചു വെച്ചായിരുന്നു ചെയ്യേണ്ടത്. വെറുതെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാ വിരലിലും അങ്ങനെ തന്നെ ചെയ്യും. കണ്ടോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. കുത്തുകൾ മാത്രം മതി, ഒരു തീപ്പെട്ടിക്കൊള്ളിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ 5 കുത്തോ. നല്ലപോലെ ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക് തീപ്പെട്ടിക്കൊള്ളി ഒന്നും വേണ്ട, അത് വെച്ച് തന്നെ ചെയ്താൽ മതി. ആ ഒരു സംഭവം വെച്ച് അത് ഇച്ചിരി കുളമായിപ്പോയി. ഒരു കുളവായില്ല. എത്ര നല്ലതാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. അമ്മയുടെ കൈയാണോ നല്ലത്, എൻ്റെ കൈയാണോ? ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം കൂടെ ചെയ്യാം. നോക്കണേ, തെറ്റിപ്പോവാവോ വലിയ അറിയത്തില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് കുളവായോന്ന്. സൈഡ് മാറിപ്പോൾ. എന്നാലും ഈ നെയിൽ ആർട്ട് എങ്ങനെയുണ്ട് ഇത് നിങ്ങളൊന്ന് പറഞ്ഞേ. ഞാൻ വളരെ സിമ്പിളായിട്ട് ഒട്ടും ടൈം എടുക്കാതെ ഇട്ടു. ഞാൻ പിന്നെ ഇത്രയും പ്രായമുണ്ട്. തേജ് കുട്ടിയിട്ട് തന്നതാണ് മണിക്കൂറുകളെടുത്ത്. ഇതിലേത് ആയിരുന്നു? ഇതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ. എനിക്കിഷ്ടപ്പെട്ട എൻ്റെ വിരല എൻ്റെ മോളിട്ട് തന്നുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നെയിൽ ആർട്ട് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നെയിലാർട്ടല്ല മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, ബൈ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.